സർ, ഓഗസ്റ്റ് 10 ഒരു വാർത്ത വന്നു. അതായത് IIT മദ്രാസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു യുദ്ധം ഉടൻ ഉണ്ടാകും, ഇതിൽ സൈന്യം മാത്രമല്ല രാജ്യം ഒന്നടങ്കം ഉണ്ടാകണം ഒപ്പം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിലെ ആർമി ചീഫ് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ എന്താ പറയുക ഫീൽഡ് മാർഷൽ അസീം മുനീർ അമേരിക്കയിലെത്തി അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കും, ഇന്ത്യയുടെ ഡാമുകൾ തകർക്കും, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ലോകത്തിൻ്റെ പകുതിയും കൊണ്ടേ പോകൂ എന്നാണ് പറയുന്നത്. അതായത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കശ്മീർ ഞങ്ങളുടെ ധമനികളിൽ ഓടുന്ന രക്തമാണ്, അത് ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു മുൻപ് ഇത്തരം ഒരു വാക്ക് പറഞ്ഞതിൻ്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ഇവിടെയും അത്തരത്തിലൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നു, അതിന് ട്രംപിൻ്റെ സഹായമുണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇപ്പോൾ ആർമി ചീഫ് ജനറൽ ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം പുറത്തു പറയാൻ തയ്യാറായത്? അങ്ങനെ തന്നെയാണല്ലോ. കാരണം നമുക്കറിയാമല്ലോ, ഈ പാകിസ്ഥാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകോപനം നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മൾ അങ്ങോട്ട് കയറി ആരെയും ആക്രമിച്ചിട്ടില്ല. എന്നും പ്രശ്നം പാകിസ്ഥാൻ, ചൈന ഇങ്ങനെ ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ, പുതിയ ലോകക്രമത്തിൽ അല്ലെങ്കിൽ ട്രംപ് രണ്ടാമത് അധികാരത്തിലേറ്റതിന് ശേഷം അദ്ദേഹം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ത്യയുമായി കുറച്ചുകൂടെ നല്ല ബന്ധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ്. വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം പാകിസ്ഥാനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, വല്ലാതെ ശ്രമിക്കുന്നു. കാരണം ഈ മുനീർ, ഇദ്ദേഹത്തെപ്പറ്റി പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ, അദ്ദേഹം അമേരിക്കയിലേക്ക് ക്ഷണിച്ച കൂട്ടത്തിൽ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ നേതാക്കളെയും വിളിച്ച് പരസ്പരം സംസാരിപ്പിക്കണം. അതായത് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ തലവനോടൊപ്പം ഒരു പാക് സൈനിക മേധാവിയെ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയാനൊക്കെ ഉള്ള ശ്രമം അദ്ദേഹം നടത്തിയായിരുന്നു. പക്ഷേ അത് ഇന്ത്യ അത് നിഷേധിച്ചുകൊണ്ടും അങ്ങോട്ട് പോകാതിരുന്നത് കൊണ്ടുമാണല്ലോ കാനഡയിൽ വരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച് ഇവർ അത് എത്താനുള്ളൊരു ശ്രമം നടത്തിയിരുന്നുണ്ട്. പക്ഷേ അതിന് ഇന്ത്യയെ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം. അങ്ങനെ ആകെപ്പാടെ പ്രകോപിതനായിരിക്കുകയാണ്. പല കാര്യങ്ങൾ കൊണ്ട് ട്രംപ് പ്രകോപിതനായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തീവ്രവാദ ആക്രമണത്തിന് ഇന്ത്യ പ്രതിരോധിച്ച അവസരത്തിൽ അത് നിർത്തിവെച്ചത് അമേരിക്കയുടെ കൂടി ഇടപെടൽ കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിച്ചു. 7-8 തവണ അദ്ദേഹം അത് പറഞ്ഞു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ തന്ത്രപൂർവ്വമാണ് പ്രതികരിച്ചത്. ഒരു അന്താരാഷ്ട്ര അദ്ദേഹത്തിനെതിരെ ഒരു പ്രസ്താവന നടത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് ഇന്റേണലി അത് സംസാരിക്കേണ്ടതായി വന്നു. കാരണം അതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെ എടുത്തു പറഞ്ഞു. അതാകാം ഈ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് ജനറൽ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയോട് ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളും ഉന്നയിക്കുന്ന ചില വിവരങ്ങളുമുണ്ട്. ഈ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. നമ്മൾ പറയാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഒരു രാഷ്ട്രത്തിൻ്റെയും സമ്മർദ്ദമില്ലാതെയാണ് ഇത് നമ്മൾ അവസാനിപ്പിച്ചത്. യുദ്ധം ചെയ്യുകയല്ലായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ തീവ്രവാദ ആക്രമണത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു ചെയ്തത്. അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അത് ചെയ്തത് നമ്മൾ അത് നിർത്തിവെച്ചത് പാകിസ്ഥാൻ്റെ ആ സൈനിക കേന്ദ്രത്തിൻ്റെ അടക്കമുള്ള വാതിലുകൾ തകർത്ത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു നിർത്തിവെക്കണമെന്ന്. അങ്ങനെയാണ് ചെയ്തത് എന്ന് അസന്ദിഗ്ധമായി നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു. അത് ഒരു ബാഹ്യശക്തികളുടെയും സമ്മർദ്ദം കൊണ്ടല്ലെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. നേരത്തെ നമ്മുടെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതേ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. ഞാൻ പറഞ്ഞു പോയില്ല. അപ്പോൾ അത് ഇന്ത്യക്കകത്ത് നിന്ന് ഉയർന്ന ചോദ്യങ്ങളെ നേരിടാനാണ് അദ്ദേഹം അത് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്ന ചിലർ നിരുത്തരവാദപരമാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അതാണ് ഒരുപക്ഷെ ഈ വ്യാപാര ചുങ്കം ഇത്രയേറെ വർദ്ധിപ്പിക്കുന്നതിന് ട്രംപിനെ പ്രകോപിപ്പിച്ചത് തന്നെ അതാകാൻ കാരണം. അതൊരു പ്രധാന കാരണമാണെന്ന് വേണം കരുതാൻ. സാർ, ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇന്ത്യയെ പ്രതിരോധിക്കേ ഉള്ളൂ. പറയുന്നത് പോലെ നമുക്ക് യുദ്ധത്തിന് താല്പര്യമില്ല, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ ഒരുപക്ഷെ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിൽ പാകിസ്ഥാനോടൊപ്പമാണോ ട്രംപ് ഇന്ത്യയോടൊപ്പമാണോ നിൽക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോഴത്തെ സ്ഥിതിഗതി വെച്ച് എങ്ങനെയായിരിക്കും? അല്ല, യുദ്ധം ഉണ്ടാകണമെന്നേ ട്രംപിന് ആഗ്രഹം കാണുകയുള്ളൂ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്ന് ഒന്നുകൂടി വ്യക്തമായി വരുത്തി തീർക്കാൻ കഴിയുമല്ലോ. പാകിസ്ഥാനുമായി സമ്മർദ്ദം ചെലുത്താനും കഴിയുമല്ലോ. അപ്പോൾ യുദ്ധം ഉണ്ടാവുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
ട്രംപിൻ്റെ ലക്ഷ്യം. ഇപ്പം കൃത്യമായി ഒരു രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതല്ല, പക്ഷേ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ട്രംപിൻ്റെ പിന്തുണ പ്രതീക്ഷിച്ച് തന്നെയാണ്. അതാണല്ലോ ഇപ്പോൾ അദ്ദേഹം 2 തവണയല്ലേ അവരുടെ ഈ ഒരു മാസത്തിനിടയിൽ അമേരിക്ക സന്ദർശിച്ചത്, പാക് ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും ട്രംപ് തിടുക്കം കാണിച്ചല്ലോ. കാരണം എത്രയോ തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്താ പറയുക പാകിസ്ഥാൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത് നിരവധി തവണ തെളിയിക്കപ്പെട്ടതാണ്. കാശ്മീർ തങ്ങളുടെ രക്തധമനിയിൽപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കാശ്മീരിൽ പിടിച്ചെടുക്കപ്പെട്ട കാശ്മീരിൽ പാക് ഒക്യുപ്ഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ എല്ലാ ലോകത്തെ തീവ്രവാദത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു സങ്കേതമാണ് ആ സ്ഥലമെന്നും നമുക്കറിയാം. അതിന് പാകിസ്ഥാനാണ് പാലോട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ അവർക്ക് യുദ്ധം ആവശ്യമാണെന്ന് നമുക്കറിയാം. യുദ്ധം ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര തകർന്നിരിക്കുന്നു അവിടുത്തെ സമ്പദ് വ്യവസ്ഥ, അവിടുത്തെ ഇന്റേണൽ പ്രോബ്ലംസ് അത്ര വർദ്ധിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷനൊക്കെ ഒരു ചെറിയ നിരോധനം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. അവർ വളരെ ശക്തരായി കഴിഞ്ഞു. അവർ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോകാൻ സന്നദ്ധരായി കഴിഞ്ഞിരിക്കുന്നു ആ ജനത. 6000-ലധികം അംഗങ്ങളുള്ള, അതായത് ഈ എന്താ പറയുന്ന ചാവേർപ്പടയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവർ മാറിയിരിക്കുന്നു. അതെന്തും ചെയ്യാൻ സന്നദ്ധരായിട്ട് അവിടെ നിൽക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായിട്ട് ഇനി ഒത്തുപോകുക എന്നൊരു പ്രശ്നം അവർ ചെയ്യുന്നില്ല. അവർക്ക് ഇന്ത്യ അവരെ ഓപ്പണായിട്ട് പിന്തുണയ്ക്കാത്തത് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അവർ അത് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യയാണ് അവരുടെ സപ്പോർട്ട് എന്ന് പറയാൻ നമ്മളൊരു കാരണവശാലും ആ വിഷയത്തിൽ ഇടപെടുകയോ അവർക്ക് പിന്തുണ നൽകുകയോ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടിയുള്ള സംവിധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാൽ അതേസമയം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നുള്ളത് ഇന്ത്യക്ക് അറിയാം. കാശ്മീരിലെ ജനങ്ങൾ പറയാം അവിടെ വളരെ ന്യൂനപക്ഷങ്ങളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതൊരു മാസീവ് ജനത്തിൻ്റെ മൂവ്മെൻ്റ് ആയിട്ടില്ല. വളരെ ന്യൂനപക്ഷങ്ങളടങ്ങുന്ന തീവ്രവാദികൾ, പാകിസ്ഥാനിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾ, അവർ പാക് ഒക്യുപ്ഡ് കാശ്മീരിലുള്ള ആളുകൾ, ഇവർ മാത്രമേ ഉള്ളൂ ഈ കാശ്മീരിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ സർവ്വസജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിഴലിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ സപ്പോർട്ടാണ്. പാകിസ്ഥാൻ മാത്രമല്ല, പുതിയ സാഹചര്യത്തിൽ ചൈന മാറി നിൽക്കുന്നു എങ്കിൽ പോലും ഈ ചൈനയും അതിർത്തിയിൽ ഇപ്പോൾ ഇൻഡോ ടിബറ്റൻ നമ്മുടെ സിങ്ചായ് താഴ്വരയ്ക്ക് അടുത്തുകൂടി റോഡ് നിർമ്മാണം നടക്കുന്നുണ്ടല്ലോ ചൈനയുടെ. ഇപ്പോൾ അതിനവർ ടിബറ്റൻ ബോർഡറിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന അത് വിപുലമാക്കാൻ ചൈന തീരുമാനിച്ചിട്ടുണ്ട്. ടിബറ്റിലേക്കുള്ള റോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ചൈന അമേരിക്കയുടെ എതിർപ്പുണ്ടെങ്കിലും അമേരിക്ക ചൈനയ്ക്കുള്ള പിന്തുണച്ചിട്ടൊന്നുമില്ല എന്ന് വേണം നമ്മൾ അതിനെപ്പറ്റിയും കരുതാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു സപ്പോർട്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് വേണം കരുതാൻ. ഏതായാലും ഇന്ത്യ പ്രതിരോധം എന്ന നിലയിൽ സർവ്വസജ്ജമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രതിരോധ കരാറടക്കം രൂപപ്പെട്ടിരിക്കുന്നു. 30,000 കോടി രൂപയുടെ ഫ്രാൻസുമായുള്ള റാഫേൽ ജെറ്റ് വിമാനങ്ങൾ വാങ്ങുന്നതിനടക്കമുള്ള കരാറുണ്ടാകുന്ന പോലെ ഈ മെയിൽ ഡ്രോൺ എന്ന് പറയുന്ന സംവിധാനം വാങ്ങുന്നു. അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു. ഇങ്ങനെ പ്രതിരോധ കാര്യങ്ങൾ സർവ്വസജ്ജമാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. മിലിറ്ററിയുടെ ഭാഗം ഇപ്പോൾ ഓക്കെയാണ്. അവർ സർവ്വസജ്ജരാണ്. ജനം കൂടെ ഉണ്ടാവണം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ നമ്മൾ ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളടക്കം സൃഷ്ടിക്കരുത് എന്ന്, കാരണം അതുപോലെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണെന്ന് ഓർമ്മിപ്പിക്കുകയാവും അദ്ദേഹം ചെയ്തതെന്ന് വേണം.